അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദേവ്യുപാസന. ഇന്ന് ചതുർത്ഥസ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം മുതൽ 50 കൂടിയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പാരായണം ചെയ്യുന്നു. പിന്നീട് ഭാഷാഗാനമായും പിന്നീട് പ്രഭാഷണ രൂപത്തിലും അമ്മയുടെ പാദങ്ങളിൽ ആദരപൂർവം ഭക്തിപൂർവം സമർപ്പിക്കുന്നു. തതഃ പരസ്പരം യുദ്ധം ജാതം പരമദാരുണം. തതഃ സുരൈർജിതാ ദൈത്യാ ഇന്ദ്രേണാമിത തേജസാ. വിഷ്ണുനാ ച സഹായേന രാജ്യഭ്രഷ്ടാ കൃതാ നൃപ. തതഃ പരാജിതാ ദൈത്യാ കാവ്യസ്യ ശരണം ഗതാ. കിം ത്വം ന കുരുഷേ ബ്രഹ്മൻ സാഹായ്യം ന പ്രതാപവാൻ. സ്ഥാതും ന ശക്നുമോ ഹ്യത്ര പ്രവിശാമോ രസാതലം. യദി ത്വം ന സഹായോസി ത്രാതും മന്ത്രവിദുത്തമ. വ്യാസ ഉവാച ഇത്യുക്ത സോബ്രവീദ് ദൈത്യാൻ കാവ്യകാരുണികോ മുനി. മാ ഭൈഷ്ടധാരയിഷ്യാമി തേജസാ സ്വേന വോസുരാ. മന്ത്രൈസ്തധൗഷധീഭിശ്ച സാഹായ്യം വ സദൈവ ഹി. കരിഷ്യാമി കൃതോത്സാഹ ഭവന്തു വിഗതജ്വരാ. വ്യാസ ഉവാച തതസ്തേ നിർഭയാ ജാതാ ദൈത്യാ കാവ്യസ്യ സംശ്രയാൽ. ദേവൈ ശ്രുതസ്തു വൃത്താന്താ സർവശ്ചാരമുഖാൽ കില. തത്ര സമ്മന്ത്ര്യത്തെ ദേവ
ശക്രേണ ച പരസ്പരം മന്ത്രം ചക്രുസ്സു സംവിഘ്ന കാവ്യമന്ത്രപ്രഭാവത യോദ്ധും ഗച്ഛാമഹേ തൂർണം യാവന്നച്യാവയന്തി വൈ പ്രസഹ്യ ഹത്വാ ശിഷ്ടാംസ്തു പാതാളം പ്രാപയാമഹേ ദൈത്യാൻ ജഗ്മുസ്തതോ ദേവാ സംരുഷ്ടാ ശസ്ത്രപാണയ ജഗ്മുസ്താൻ വിഷ്ണുസഹിതാ ദാനവാ ഹരിണോദിതാ വധ്യമാനാസ്തു തേ ദൈത്യാഃ സന്ത്രസ്താ ഭയപീഡിതാ കാവ്യസ്യ ശരണം ജഗ്മു രക്ഷ രക്ഷേതി ചാബ്രുവൻ താൻ ശുക്ര പീഡിതാൻ ദൃഷ്ട്വാ ദേവൈർ ദൈത്യാൻ മഹാബലാൻ മാ ഭൈഷ്ടേതി വചപ്രാഹ മന്ത്രൗഷധബലാദ് വിഭു ദൃഷ്ട്വാ കാവ്യം സുരാഃ സർവേ ത്യക്ത്വാ താൻ പ്രയയുഃ ശ്രീ ജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ ദശമോധ്യായ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 4-ാം സ്കന്ധം 10-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം മുതൽ 50-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഷാഗാനം ഇപ്പോൾ പാടി അമ്മയുടെ തിരുചരണങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവാസുരന്മാരു തമ്മിൽ അതിഘോര യുദ്ധമുണ്ടായി. ദേവന്മാരു വിജയിച്ചു. ദേവേന്ദ്രന്റെയും വിഷ്ണുവിൻ്റെയും സഹായത്താലെ സുരർ അസുരരെ മടക്കിനാനവർ ശുക്രനെയും പ്രാപിച്ചു. പ്രതാപിയാം ഭവാൻ ഞങ്ങളെ സഹായിക്കുകയില്ലേ? ഞങ്ങളിതാ രസാതലം തേടിപ്പോകുന്നു. അങ്ങു രക്ഷിച്ചില്ലെങ്കിലോ മറ്റൊരു വഴിയുമില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, കൃപാലുവാം ശുക്രമുനി ഏവം പറഞ്ഞു. പേടിക്കേണ്ട, എൻ തേജസ്സാൽ നിങ്ങളെ ഞാൻ രക്ഷിച്ചിടാം. മന്ത്രത്താലും മരുന്നാലും നിങ്ങൾക്കു വേണ്ട സഹായം ഞാൻ ചെയ്യുന്നുണ്ട്. ഭീതിയെ ഉപേക്ഷിക്കുക. വ്യാസം പറഞ്ഞു, ശുക്രന്റെ സംരക്ഷണയിൽ നിർഭയർ ദൈത്യ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ചാരന്മാരാൽ ദേവന്മാരോ വിവരങ്ങളറിഞ്ഞല്ലോ. ദേവേന്ദ്രനുമായി സൂരർ ആലോചിച്ചല്ലോ.
ശുക്രന്റെ മന്ത്രശക്തിയാൽ സ്ഥാനം പോകുന്നതിന് മുമ്പേ അസുരരുമായി യുദ്ധം ചെയ്തിടവേണം. യുദ്ധത്തിൽ നശിപ്പിക്കണം, പാതാളത്തിലേക്കയക്കാം എന്നുറച്ചു ആയുധങ്ങൾ ധരിച്ചു ദേവർ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവേന്ദ്രന്റെ പ്രേരണയാൽ ദേവന്മാർ വിഷ്ണുവുമൊത്ത് ദൈത്യന്മാരെ കൊന്നു തള്ളി വിറച്ചു ദൈത്യർ. രക്ഷിക്കണേ എന്നലറി ശുക്രനിൽ ശരണം തേടി. ഇതു കണ്ടു അസുര ഗുരുവാം ശുക്രനോ പേടിക്കേണ്ട എന്നു ചൊല്ലി മന്ത്രബലമുള്ള ശുക്രൻ വരുന്നതു കണ്ടു സൂരർ പിന്തിരിഞ്ഞോടി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. അമ്മേ മഹാമായേ, സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ, ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ, ശ്രീ മഹാകാള്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 359 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം മുതൽ 50 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി അവതരിപ്പിച്ചതും ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ സമർപ്പിക്കുന്നതും. ഇവിടെ 39-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത്? നേരത്തെ ബലി അസുര ചക്രവർത്തിയായി ബലി ദേവന്മാരുമായി വൈരം വെച്ചു പുലർത്തി. തതപരസ്പരം യുദ്ധം ജാതം പരമദാരുണം യുദ്ധം ജാതം. അതേ തുടർന്ന് ദേവന്മാരും അസുരന്മാരും തമ്മിൽ പരസ്പരം അതിഭീകരമായിരിക്കുന്ന അതിഘോരമായിരിക്കുന്ന യുദ്ധം
ഉണ്ടായി. ആ യുദ്ധത്തിലോ തതസ്സുരൈർജിതാ ദൈത്യ ഇന്ദ്രേണാമിത തേജസ. ആ യുദ്ധത്തിൽ ദേവേന്ദ്രൻ അല്ലെങ്കിൽ ദേവന്മാർ ജയിച്ചു. അമിത തേജസ്വിയായ ദേവേന്ദ്രന്റെയും ഇന്ദ്രേണ അമിത തേജസ വിഷ്ണുനാച വിഷ്ണുവിൻ്റെയും സഹായം കൊണ്ട് രാജ്യഭ്രഷ്ട കൃതാനൃപ ദേവന്മാര് ദൈത്യരെ രാജ്യത്ത് നിന്ന് ഓടിച്ചു എന്ന് പറയുന്നു. തതപരാജിത ദൈത്യ കാവ്യസ്യ ശരണം ഗത. അങ്ങനെ തോറ്റോടിയ അസുരന്മാരോ അവര് ആ കാവ്യസ്യ ശരണം ഗത. കാവ്യൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശുക്രാചാര്യര്. അപ്പൊ ശുക്രാചാര്യരെ ശരണം പ്രാപിച്ചു. കിം ത്വം ന കുരുഷേ ബ്രഹ്മൻ സാഹായ്യം ന പ്രതാപവാൻ സ്ഥാതും ന ശക്നുമോ ഹ്യത്ര പ്രവിശാമോ രസാതലം. ഹേ ബ്രഹ്മജ്ഞ, ശുക്രാചാര്യരെ വിളിക്കുകയാണ്. പ്രതാപശാലിയായ അങ്ങ് ഞങ്ങളെ സഹായിക്കുകയില്ലേ? ബ്രഹ്മൻ സഹായം ന പ്രതാപവാൻ, ഞങ്ങൾക്കിവിടെ നിൽക്കാൻ കഴിയണില്ല. സ്ഥാതും ന ശക്നുമോഹ്യത്ര പ്രവിശാമോ രസാതലം. അപ്പൊ ഞങ്ങള് ആ രസാതലത്തിലേക്ക് പോവാണ്. ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ല. കാരണം അസുരന്മാരായ ഞങ്ങളെ സുരന്മാര് പല രീതിയിൽ ഓടിക്കണു, ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് പറയുന്നു. യതിത്വം ന സഹായോസി ത്രാതും മന്ത്രവിദുത്തമ. ഹേ മന്ത്രവിത്തമനായിരിക്കുന്ന മഹർഷയെ, രക്ഷിക്കാൻ അങ്ങ് സഹായിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ സാധിക്കില്ല. ഇത് കേട്ടപ്പോ വ്യാസം പറയാണ്, ഇത്യുക്ത സോബ്രവീദ് ദൈത്യാൻ കാവ്യ കാരുണികോ മുനി. കാരുണികനായ ആ വെണ്ട പോലെ കാരുണ്യം ഉള്ള ആ മുനി ശുക്രാചാര്യര് പറയാണ്, ആ ദൈത്യന്മാരോട് പറയുന്നു, മാഭൈഷ്ട ധാരയിഷ്യാമി തേജസാ സ്വേന വോ അസുര മന്ത്രൈസ്തധൗഷധീഭിശ്ച സാഹായം വ സദൈവ ഹി. ദൈത്യന്മാരെ, നിങ്ങളാരും പേടിക്കണ്ട. എൻ്റെ തേജസ് കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാം, കാത്തുകൊള്ളാം. മന്ത്രങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ ഔഷധങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് സദാ സഹായം കരിഷ്യാമി, എല്ലാ സമയത്തും സഹായം ഞാൻ ചെയ്തു തരും. കൃതോത്സാഹ ഭവന്തു വിഗതജ്വര. അതുകൊണ്ട് നിങ്ങൾ ഈ പേടി ഭീതി വെടിഞ്ഞ് ഉത്സാഹത്തോടുകൂടി ഇരിക്കൂ. വേദവ്യാസം പറയാണ് തുടർന്ന്, തതസ്തേ നിർഭയാജാതാ ദൈത്യാ കാവ്യസ്യ സംശ്രയാൽ. അപ്പോ അതിനുശേഷം ശുക്രന്റെ സംരക്ഷണയിൽ ദൈത്യന്മാര് നിർഭയരായി മാറി എന്നാണ്. അപ്പോ ആ ശുക്രാചാര്യരുടെ ശക്തി അത്ര വലുതാണെന്ന് കാണിക്കുകയാണ്. ദേവൈ ശ്രുതസ്തു വൃത്താന്ത സർവശ്ചാരമുഖാൽ കില തത്ര സമ്മന്ത്രത്തെ ദേവാ ശക്രേണ ച പരസ്പരം. ദേവന്മാര് വൃത്താന്തങ്ങളൊക്കെ അറിഞ്ഞു. എങ്ങനെ? ചാരന്മാര് വഴി. സർവശ്ചാരമുഖാൽ കില. അപ്പോ ആ ദേവന്മാര് ദേവേന്ദ്രനുമായി കൂടി ആലോചിച്ചു. മന്ത്രം ചക്രു സുസംവിഘ്ന കാവ്യമന്ത്ര പ്രഭാവത യോദ്ധും ഗച്ഛാമഹേ തൂർണം യാവന്നച്യാവയന്തി വൈ. വല്ലാതെ പേടിച്ചു ദേവന്മാര്. അപ്പോ അവരിങ്ങനെ ആലോചിച്ചു, ശുക്രാചാര്യരുടെ മന്ത്രശക്തിയാൽ സ്ഥാനഭ്രംശമുണ്ടാകുന്നതിനു മുമ്പായി വേണം അവരോട് യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് ഇപ്പൊ തന്നെ ദേവന്മാരുമായി യുദ്ധത്തിന് പോവാണ് വേണ്ടത്. പ്രസഹ്യ ഹത്വാ ശിഷ്ടാംസ്തു പാതാളം പ്രാപയാമഹേ ദൈത്യാൻ ജഗ്മുസ്തതോ ദേവാ സംരുഷ്ട ശസ്ത്രപാണയ. യുദ്ധത്തിൽ അവരെ ബലമായി സംഹരിച്ചിട്ട് ദേവന്മാർ വിചാരിക്കുകയാണ്, അസുരന്മാരെ മുഴുവൻ കൊന്നിട്ട് അവശേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യണം? പാതാളത്തിലേക്ക് അയക്കണം. അങ്ങനെ ആലോചിച്ച് ആ ദേവന്മാർ ജഗ്മുസ്തതോ ദേവ സംരുഷ്ട ശസ്ത്രപാണയ, അവരെന്തു ചെയ്തു? ശസ്ത്രപാണികളായി ആയുധങ്ങൾ കയ്യിലെടുത്തും കൊണ്ട് അവിടെ ആ ആയുധങ്ങളെ കയ്യിലെടുത്തു ദൈത്യന്മാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ദേവസമൂഹം, ആദിത്യന്മാര്. ജഗ്മുസ്താൻ വിഷ്ണു സഹിത
ദാനവാഹരിണോദിത വധ്യമാനാസ്തു തേ ദൈത്യ സന്ത്രസ്ത ഭയപീഡിത. ദേവേന്ദ്രന്റെ പ്രേരണപ്രകാരം ദേവന്മാര് വിഷ്ണുവിനോടുകൂടി ദൈത്യന്മാരെ കൊല്ലാനായിട്ട് തുടങ്ങി. അപ്പോ ദൈത്യന്മാരോ ഭയന്നു വിറച്ചു എന്നാണ്. അവിടെ പീഡിതന്മാരായി അവരിതാ പേടിച്ചു. ഈ സന്ദർഭത്തില് രക്ഷിക്കണേ രക്ഷിക്കണേ കാവ്യസ്യ ശരണം ജഗ്മു, ശുക്രാചാര്യരെ ആ ശരണം പ്രാപിച്ചു. എന്താ രക്ഷ രക്ഷേതി ചാബ്രുവൻ, രക്ഷിക്കണേ രക്ഷിക്കണേ. താൻ ശുക്ര പീഡിതാൻ ദൃഷ്ട്വാ ദേവേർ ദൈത്യാൻ മഹാബലാൻ. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ശുക്രാചാര്യരെ സമീപിച്ചപ്പോ ദേവന്മാർ മഹാശക്തന്മാരായി ദൈത്യന്മാരെ പീഡിപ്പിക്കുന്നതായി കണ്ട ശുക്രാചാര്യര് ഭയം വേണ്ട എന്ന് അവരോട് പറഞ്ഞു എന്നാണ്. ഭയപ്പെടേണ്ട. മാ ഭൈഷ്ടേതി വചപ്രാഹ മന്ത്രൌഷധബലാദ് വിഭു ദൃഷ്ട്വാ കാവ്യം സുരാ സർവേ ത്യക്ത്വാ താൻ പ്രയയു കില. മാ ഭൈഷ്ടേതി വചപ്രാഹ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ മുഴുവൻ സമാശ്വസിപ്പിച്ചു. മന്ത്രൌഷധബലാദ് വിഭു, അതിന് തക്ക മന്ത്ര ഔഷധബലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആർക്ക്? ശുക്രാചാര്യർക്ക്. ദൃഷ്ട്വാ കാവ്യം സുരാ സർവേ, ഈ സമയത്ത് ശുക്രാചാര്യരെ കണ്ടപ്പോ ദേവന്മാരും ത്യക്ത്വാ താൻ പ്രയോഗിക്കില്ല, എല്ലാവരും അസുരന്മാരെ വിട്ട് അവിടുന്ന് ഇതാ പിന്തിരിഞ്ഞോടി എന്ന് പറയുന്ന സ്ഥലത്താണ് ചതുർത്ഥ സ്കന്ധത്തിൽ 10ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. നമുക്കും ഇന്ന് ഈ 359ാമത്തെ ദിവസത്തെ അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരപൂജ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. നാളെ 11ാമത്തെ അധ്യായത്തോടു കൂടി ആരംഭിക്കാം. ശുക്രന്റെ തപസ്സാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ആ രംഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ, മഹാലക്ഷ്മീ നമ, മഹാകാളീ നമ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.